Hello students, welcome. Today we are going to study the principle of equivalence. This is a part of mechanics that under the topic non-inertial frames of reference or accelerating frames of reference. Let us go to the first slide. What is principle of equivalence? Let us say the first, what is the definition of the principle of equivalence? The laws of physics in a uniformly accelerated system are identical to those in an inertial system, provided that we introduce a fictitious force on each particle. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഞാനിതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതിന് ശേഷം ഞാനത് വ്യക്തമാക്കാം. അതായത് ഒരു യൂണിഫോംലി ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ നമ്മൾ ന്യൂട്ടൺസ് ലോ അല്ലെങ്കിൽ ഫിസിക്സിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ലോസ് ഓഫ് ഫിസിക്സിന് തുല്യമായിരിക്കും. എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഈ ഇനേർഷ്യൽ ഫ്രെയിമിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇനേർഷ്യൽ ഫ്രെയിമിൽ പഠിക്കുന്ന സമയത്ത് ഓരോ പാർട്ടിക്കിളിനും നമ്മൾ ഒരു ഫിക്റ്റിറ്റിഷ്യസ് ഫോഴ്സ് അതിന് സങ്കല്പിക്കുകയാണെങ്കിൽ, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് ഫ്രെയിമിലെ ഫിസിക്സിന്റെ നിയമങ്ങളും ഇനേർഷ്യൽ ഫ്രെയിമിലെ ഫിസിക്സിന്റെ നിയമങ്ങളും തുല്യമായിരിക്കും. That means the laws of physics in an uniformly accelerated system or frame is identical or is same to the laws of physics in an inertial frames of reference. Condition is that if you introduce a fictitious force into each particle in the inertial frame. അതായത് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഇല്ലാത്ത റെസ്റ്റിലോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലോ ഉള്ള ഒരു ഫ്രെയിം എന്നാണ് ഇനേർഷ്യൽ ഫ്രെയിമിന് പറയുന്നത്. പക്ഷെ ഇനേർഷ്യൽ ഫ്രെയിമിലെ ഫിസിക്സിന്റെ പ്രോബ്ലംസിന്റെ റിസൾട്ടും ആക്സിലറേറ്റിംഗ് ഫ്രെയിം, യൂണിഫോംലി ആക്സിലറേറ്റഡ് ഫ്രെയിമിലെ ഫിസിക്സിലെ പ്രോബ്ലംസ് റിസൾട്ടും സെയിം ആകണമെങ്കിൽ ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള പാർട്ടിക്കിൾസിലെ ഓരോ പാർട്ടിക്കിളിലും നമ്മൾ ഒരു ഫിക്റ്റിറ്റിഷ്യസ് ഫോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിക്റ്റിറ്റിഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് -ma എന്നതാണ്. A0 എന്ന് പറയുന്നത് എന്താണ്? ഫ്രെയിമിന്റെ ആക്സിലറേഷൻ ആണ്. ഇറ്റ് ഈസ് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ഫ്രം ദ ഫോഴ്സ് ഡ്യൂ ടു ദ യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് G is equal to -a. അതായത് ഒരു യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ട് ഒരു പാർട്ടിക്കിൾ, അപ്പോൾ ഒരു യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിന് എന്ത് കിട്ടും? ഒരു ഫോഴ്സ് കിട്ടും. അതേപോലെയാണ് ഒരു യൂണിഫോംലി ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിനും ഇതേപോലെ ഒരു ഫോഴ്സ് കിട്ടും, കോൺസ്റ്റന്റ് ഫോഴ്സ് കിട്ടും. ഈ രണ്ട് ഫോഴ്സുകൾ, അതായത് ഫിക്റ്റിറ്റിഷ്യസ് ഫോഴ്സ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ യൂണിഫോംലി ആക്സിലറേറ്റഡ് ഫ്രെയിം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂ ടു ദ യൂണിഫോംലി ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. സോ you cannot indistinguish between the fictitious force which is due to the uniformly accelerated system and the gravitational force due to the uniformly accelerated gravitational field. Both the gravitational force and the fictitious force are constant forces proportional to the masses. Gravitational force ഉം fictitious force ഉം എന്താണ്? മാസിന് പ്രൊപ്പോർഷണൽ. നെക്സ്റ്റ് സ്ലൈഡ്. We all know that the gravitational force is mg. The same particle in a non-inertial system and that system or frame is moving, accelerating at a capital A is equal to -g. Suppose if I am saying the same particle is placed in a accelerating frame and you are saying the accelerating frame is also having an acceleration which is equal to -g. അതായത് ആക്സിലറേറ്റിംഗ് ഫ്രെയിമിന്റെ ആക്സിലറേഷൻ തന്നെ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷന് തുല്യമാണെങ്കിൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇല്ല, വേറെ ഒരു ഇന്ററാക്ഷനും ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഫിക്റ്റിറ്റിഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു mgക്ക് തുല്യമായിരിക്കും. കാരണം എന്താണ്? ഫിക്റ്റിറ്റിഷ്യസ് ഫോഴ്സ് mgക്ക് തുല്യമാവാൻ കാരണം ആക്സിലറേറ്റിംഗ് ഫ്രെയിമിന്റെ ആക്സിലറേഷൻ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് തുല്യമായതുകൊണ്ട്. അപ്പൊ ഏതുപോലെ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു ബോഡിക്ക്, ഒരു പാർട്ടിക്കിളിന് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമോ അതേപോലെ ഒരു ആക്സിലറേറ്റിംഗ് ഫ്രെയിമിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ പോകുന്ന
ഒരു ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ വെച്ചിരിക്കുന്ന ഒരു പാർട്ടിക്കിളിനും അതേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലത്തെ ഫോഴ്സ് ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ് ആയിട്ട് ലഭിക്കും. ദാറ്റ് മീൻസ് the particle will experience the same force, which is fictitious force, which is equal to the gravitational force if the frame of reference is accelerating with the acceleration equal to acceleration due to gravity. So is there any way to distinguish physically between these two different situations? ഈ രണ്ട് സിറ്റുവേഷനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു പ്രോബ്ലമിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞത് ഐൻസ്റ്റീൻ ആണ്. അദ്ദേഹം ഒരു തോട്ട് എക്സ്പെരിമെന്റ് ചെയ്യുകയുണ്ടായി. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ലിഫ്റ്റിൽ ഒരാൾ നിൽക്കുകയാണ്, കയ്യിൽ ഒരു ആപ്പിൾ പിടിച്ചിട്ടുണ്ട്. ആ ലിഫ്റ്റ് റെസ്റ്റിലാണ്, അനങ്ങുന്നില്ല. അപ്പോൾ ഈ ആപ്പിൾ അയാൾ കയ്യിൽ നിന്ന് വിട്ടാൽ അപ്പോൾ ആ ആപ്പിളിന്റെ ആക്സിലറേഷൻ ജി ആയിരിക്കും, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും, അതിൽ സംശയമില്ല. ഇതേ മനുഷ്യൻ ഇതേ ആക്സിലറേറ്ററിൽ ഇരിക്കുകയാണ്, പക്ഷെ ആക്സിലറേറ്റർ be in free space accelerating upward at the rate a equal to g. അപ്പോൾ ഒരു ഈ പറയുന്ന എലിവേറ്റർ, അതായത് ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പക്ഷേ ഇൻ ഫ്രീ സ്പേസ് ആണ്. ആ ഫ്രീ സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ ഗ്രാവിറ്റി ഇല്ലാത്ത സ്പേസ് ആയതുകൊണ്ടാണ് ഫ്രീ സ്പേസിൽ വെച്ച് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്കാണ് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പോലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ഫോഴ്സിന് തുല്യമായിരിക്കും. ഈ സമയത്ത് ഈ എലിവേറ്ററിലുള്ള ആള് കയ്യിലിരിക്കുന്ന ആപ്പിളിനെ കയ്യിൽ വിടുകയാണെങ്കിൽ ഇതേപോലെ നേരത്തെ പോലെ ആക്സിലറേഷൻ ജി കൊണ്ട് താഴേക്ക് വരും. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കേസിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലായിരുന്നു ആപ്പിളിനെ താഴെ ഇട്ടത്. ഈ കേസിൽ ഫ്രീ സ്പേസിലാണ്, പക്ഷെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇല്ല, പക്ഷെ ലിഫ്റ്റ് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഐഡന്റിക്കലാണ്. പക്ഷെ ഈ എലിവേറ്ററിൽ ഇരിക്കുന്ന മനുഷ്യന് ഈ രണ്ട് സിറ്റുവേഷനും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇതേ കേസിനെ നമ്മൾ ഒന്നും കൂടെ വേറൊരു സിറ്റുവേഷനാക്കി സങ്കല്പിക്കാം. അതായത് ഈ ലിഫ്റ്റ് ഫ്രീലി ഫാളിങ് ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, അതായത് ഇപ്പൊ ഫ്രീ ഫീൽഡ് അല്ല, നമ്മൾ ഏതുപോലെ ഒരു ബോളിനെ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ, അതായത് എറിയാതെ ഡ്രോപ്പ് ചെയ്താൽ ആ ബോൾ ഫ്രീലി ഫാളിങ് ആണെന്ന് പറയുന്ന പോലെ ഒരു ലിഫ്റ്റ് ഫ്രീലി ഫാളിങ് ആണ്. ആ ഫ്രീലി ഫാളിങ് ആയ ലിഫ്റ്റിന് തന്നെ ഒരു ആക്സിലറേഷൻ താഴേക്കുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ലിഫ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നത് താഴേക്ക് ആയതുകൊണ്ട് അതിലുള്ള ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ് മുകളിലേക്ക് ആ ആപ്പിളിൽ എക്സൈറ്റ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ഈ ആപ്പിളിനെ ഈ മനുഷ്യൻ റിലീസ് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ് ആപ്പിളിൽ മുകളിലേക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ആ ആപ്പിളിലെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ആ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആവുകയും ചെയ്യുന്നത് കൊണ്ട് ആ ആപ്പിൾ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. ആസ് ഇഫ് ദ എലിവേറ്റർ ഈസ് മോഷൻലെസ് ഇൻ ഫ്രീ സ്പേസ്. അത് ഒരു ഫ്രീ സ്പേസിൽ മോഷൻലെസ്, എവിടെയും അനങ്ങാത്ത ഒരു ലിഫ്റ്റ് ആയതുപോലെ ആ ആപ്പിൾ അവിടെ ഫ്ലോട്ട് ചെയ്യും. Einstein pointed out that the downward acceleration of the elevator exactly cancels the local gravitational field. That is, as I told you, the fictitious force is cancelled by the gravitational force. From the point of view of an observer in the elevator, there is no way to determine whether the elevator is in free space or whether it is falling in a gravitational field. എലിവേറ്ററിന് ഉള്ളിലിരിക്കുന്ന ആൾക്ക് പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല ഈ എലിവേറ്റർ യഥാർത്ഥത്തിൽ ഫ്രീ സ്പേസിലൂടെ താഴെ വീണുകൊണ്ടിരിക്കുകയാണോ അതോ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ വീണുകൊണ്ടിരിക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. This apparently simple idea, known as principle of equivalence, underlies in Einstein's general theory of relativity. എയിൻസ്റ്റീൻ്റെ വളരെ പ്രധാനപ്പെട്ട ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അടിസ്ഥാനമായി മാറിയത് ഈ ഒരു പ്രോബ്ലം ആയിരുന്നു, ഈ ഒരു തോട്ട് എക്സ്പെരിമെന്റ് ആയിരുന്നു, ആൻഡ് അതർ തിയറീസ് ഓഫ് ഗ്രാവിറ്റേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസിനെ ഇങ്ങനെ there is no way to distinguish locally between a uniform gravitational acceleration and an acceleration of the coordinate system. യഥാർത്ഥത്തിൽ നമുക്ക് ലോക്കലി
നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ആക്സിലറേഷൻ ഡ്യൂ ടു ദ fictitious force due to the accelerating frame. By saying that there is no way to distinguish locally, we mean that there is no way to distinguish from a sufficiently confined system. അതായത് പരിപൂർണമായി അടയ്ക്കപ്പെട്ട ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതായത് അതിനുള്ളിലുള്ള ഒബ്സർവേഷനിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ ആ ലിഫ്റ്റിന്റെ മോഷൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന് യഥാർത്ഥത്തിൽ അതൊരു ഗ്രാവിറ്റേഷൻ ഫീൽഡ് കൊണ്ടാണോ മൂവ് ചെയ്യുന്നത്, അതല്ല ഒരു ലിഫ്റ്റിന്റെ ആക്സലറേഷൻ കൊണ്ടാണോ മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. The reason that Einstein put his observer in an elevator was to define such an enclosed system. അതുകൊണ്ടാണ് ഒരു എലിവേറ്ററിനെയും ആ ക്ലോസ്ഡ് എലിവേറ്ററിനുള്ളിൽ ഒരു മനുഷ്യനെയും സങ്കല്പിക്കാൻ കാരണം. ഇങ്ങനെ ഒരു കൺഫൈൻഡ് സിസ്റ്റം എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു എക്സാമ്പിൾ എയിൻസ്റ്റീൻ എടുക്കാൻ കാരണമായി തീർന്നത്. For instance, if you are in an elevator and observe that free objects accelerate towards the floor at the rate a, there are two explanations. ഉദാഹരണം പറയാൽ, നിങ്ങൾ ഒരു ലിഫ്റ്റിനുള്ളിലാണെങ്കിൽ അതിനുള്ളിൽ ഒരു ബോഡി നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അത് ആ ലിഫ്റ്റിന്റെ തറയിലേക്ക് ആക്സലറേറ്റ് ചെയ്ത് വീഴുകയാണെങ്കിൽ അതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, ദർ ഇസ് എ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഡൗൺ, താഴേക്ക് ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ദ എലിവേറ്റർ ഈസ് റെസ്റ്റ്, ലിഫ്റ്റ് റെസ്റ്റിലാണ്. രണ്ട്, ദർ ഇസ് നോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ബട്ട് ദ എലിവേറ്റർ ഈസ് ആക്സലറേറ്റിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് എ. രണ്ടാമത്തെ കാരണം, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ ബോൾ താഴേക്ക് വീഴാൻ കാരണം ഈ ലിഫ്റ്റ് മുകളിലേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ബോളിൽ ഒരു ഫിക്റ്റിറ്റിയസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ആ ബോൾ താഴേക്ക് വീഴുന്നു. അപ്പോൾ ആ ബോൾ താഴേക്ക് വീഴുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് ഈ ലിഫ്റ്റിന്റെ മുകളിലേക്കുള്ള ആക്സലറേഷന് തുല്യമായിരിക്കും. ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദീസ് ആൾട്ടർനേറ്റീവ്സ് യു മസ്റ്റ് ടുക്ക് ഔട്ട് ഓഫ് ദ എലിവേറ്റർ. അതുകൊണ്ട് നമ്മൾ എലിവേറ്ററിന് പുറത്തേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. യു സീ എൻ ആപ്പിൾ സഡൻലി ഡ്രോപ്പ് ഫ്രം എ നിയർ ബൈ ട്രീ ആൻഡ് ഫാൾ ഡൗൺ വിത്ത് എൻ ആക്സലറേഷൻ എ. അപ്പോൾ നമ്മൾ ഒരു മരത്തിൽ നിന്നും ആപ്പിൾ താഴെ വീഴുമ്പോൾ ആക്സലറേഷൻ എ ആണെന്ന് സങ്കല്പിക്കുമ്പോൾ അതിന് കാരണം നമ്മൾ മരം റെസ്റ്റിലാണ്, അവിടെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് ആ ആപ്പിൾ താഴേക്ക് വീണത്. However, it is conceivable that your elevator and the tree are both at rest or on a giant elevator which is accelerating up at the rate a. Where a possibility എന്ന് പറയുന്നത്, if you see that you have an upward acceleration relative to the fixed stars, that is, if the stars appear to accelerate down at a rate a, the only possible explanation is that you are in a non-inertial system and your elevator and the tree are actually accelerating up. ഇതിന് വേറൊരു സാധ്യത എന്ന് പറയുന്നത്, നമ്മൾ അഥവാ ഒരു അപ്വേർഡ് ആക്സിലറേഷൻ നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം റിലേറ്റീവ് ടു ദ ഫിക്സഡ് സ്റ്റാർസ്, അതായത് സ്റ്റാർസ് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കൊരു അപ്വേർഡ് ആക്സിലറേഷൻ ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, ഇഫ് ദ സ്റ്റാർസ് അപ്പിയർ ടു ആക്സിലറേറ്റ് ഡൗൺ അറ്റ് ദ റേറ്റ് എ, then the only possible explanation you are in a non-inertial system. നമ്മളൊരു നോൺ ഇനർഷ്യൽ സിസ്റ്റത്തിലാണ് എന്നതിനൊരു പ്രൂഫാണ് ഈ സ്റ്റാർസ് ആക്സലറേറ്റ് എന്നുള്ളതിന് തെളിവ്. The alternative is the impossible conclusion that you are in a rest in a gravitational field which extends uniformly through all of the space. മാത്രമല്ല, ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡിലാണ്, അത് യൂണിഫോംലി ത്രൂ ഓൾ ദ സ്പേസ് യൂണിഫോംലി, അതായത് സ്റ്റാർസ് അവിടെ എല്ലായിടത്തും ഗ്രാവിറ്റേഷൻ ഫീൽഡ് സെയിം ആണ് എന്ന് നമ്മൾ സങ്കല്പിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. The real force exists arise from the interaction between real bodies and for sufficiently large separation. അപ്പോൾ ഈ സ്റ്റാറിലുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡ് സെയിം അല്ല ഈ ഭൂമിയിലുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡ്, അതുകൊണ്ട് ആ ഒരു എക്സ്പ്ലനേഷനും ശരിയാവും. ആൻഡ് the real fields are local and at large distances. As I told you, these are the changes in the gravitational field at the earth and at the stars. So by this we end of this lecture.